നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് വെറും ഒരു വാർത്തയല്ല. ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഭയാനകവും എന്നാൽ നിർണായകവുമായ ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ചെറിയ ചെറിയ അതിർത്തി തർക്കങ്ങളോ നിഴൽ യുദ്ധങ്ങളോ അല്ല ഇനി വരാനിരിക്കുന്നത്. മധ്യപൂർവേഷ്യയുടെ ഭൂപടം തന്നെ എന്നേക്കുമായി മാറ്റി വരയ്ക്കപ്പെടാൻ പോകുന്നു. വാഷിംഗ്ടണിൽ നിന്നും ആ ഒരൊറ്റ പ്രഖ്യാപനം വന്നതോടെ ലോകം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നു 4 ആഴ്ച, വെറും 28 ദിവസം, അതിനുള്ളിൽ ഇറാന്റെ സൈനിക ശക്തിയെ ഞങ്ങൾ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കും. ഇത് വെറും ഒരു തിരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണോ അതോ കൃത്യമായി പ്ലാനിങ്ങോടെയുള്ളൊരു അന്ത്യശാസനമാണോ? ഇതിലും ഞെട്ടിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് പരസ്പരം വിട്ടുനിന്നിരുന്ന 6 ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, ഒമാൻ ഇതാദ്യമായി ഒരൊറ്റ ശത്രുവിനെതിരെ പരസ്യമായി സൈനിക നടപടിക്ക് കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. ആ ശത്രു മറ്റാരുമല്ല, ഇറാൻ തന്നെ. പക്ഷെ ഈ മഹാസംഘർഷത്തിന് നടുവിൽ ഭാരതത്തിന്റെ നിലപാട് എന്താണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAEക്ക് നൽകിയ അതീവ രഹസ്യമായ ഉറപ്പ് എന്താണ്? ഗൾഫിലെ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ ഭാവി ഇനി എന്താണ്? നമ്മുടെ പെട്രോൾ വില 200 രൂപ കടക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ തിരയുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, കാരണം ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. മധ്യപൂർവേഷ്യയിൽ എപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇത്തവണത്തെ പ്രത്യേകത എന്താണ്? എന്തുകൊണ്ടാണ് GCC ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങൾ ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത്? കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾക്കും UAEയുടെ തന്ത്രപ്രധാനമായ കപ്പൽ ചാലുകൾക്കൊക്കെ നേരെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരുടെ ഡ്രോൺ ആക്രമണങ്ങൾ പതിവായിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഗൾഫ് രാജ്യങ്ങൾ ഇതിനെ കാണുന്നത്. ഇപ്പോഴിതാ അതിലും വലിയ ആക്രമണങ്ങൾ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ സിംഹഭാഗവും നിയന്ത്രിക്കുന്നത് ഈ രാജ്യങ്ങളാണ്. ഇറാന്റെ ഭീഷണി നിലനിൽക്കുന്നത് ഈ എണ്ണപ്പാടങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഭീഷണി. സാമ്പത്തികമായി തകരാതിരിക്കാൻ സ്വയം പ്രതിരോധം എന്നതിനപ്പുറം മുൻകൂട്ടിയുള്ള ആക്രമണം അഥവാ പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന തന്ത്രത്തിലേക്കാണ് അവർ നീങ്ങുന്നത്. വീഡിയോ കോൺഫറൻസ് വഴി ചേർന്ന ആ വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം വെറും ഒരു ചർച്ചയായിരുന്നില്ല, അതൊരു യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമായ തീരുമാനമായിരുന്നു. അവർ ഒരു കാര്യം ലോകത്തോട് ഉറപ്പിച്ച് പറഞ്ഞു: ഇനി സമാധാന ചർച്ചകളില്ല, നടപടി മാത്രം. ഡൊണാൾഡ് ട്രംപ് എപ്പോഴും ബിസിനസ് ശൈലിയിൽ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഇറാന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇറാൻ ഒരു വലിയ രാജ്യമാണ്, അവർക്ക് വലിയ സൈന്യമുണ്ട്. പക്ഷേ അമേരിക്കയുടെ പക്കലുള്ള സാങ്കേതിക വിദ്യക്ക് മുന്നിൽ അവർക്ക് 4 ആഴ്ചയിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്താണ് ഈ 28 ദിവസത്തെ പ്ലാൻ? നമുക്ക് ഓരോ ആഴ്ചയും പരിശോധിക്കാം. ആദ്യ വാരം ആകാശത്ത് പിടിച്ചെടുക്കൽ. യുദ്ധം തുടങ്ങുന്ന ആദ്യ മിനിറ്റുകളിൽ തന്നെ അമേരിക്കയുടെ F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇറാന്റെ ആകാശത്ത് വട്ടമിടും. ഇറാന്റെ റഡാറുകൾക്ക് അവയെ കണ്ടെത്താൻ കഴിയില്ല. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും അന്ധമാക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യം. രണ്ടാം വാരം നട്ടലൊടിക്കൽ. 2-ാം ആഴ്ചയിൽ ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ഡ്രോൺ ഫാക്ടറികളും ലക്ഷ്യം വെക്കും. ഇറാന്റെ ഏറ്റവും വലിയ കരുത്തായ അവരുടെ മിസൈൽ ശേഖരം ഭൂമിക്കടിയിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക പ്രയോഗിക്കും. 3-ാം വാരം ആശയവിനിമയം തകർക്കലാണ്. സൈന്യത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്ന കമാൻഡ് സെന്ററുകളെയും സൈനിക തലപ്പത്തുള്ള നേതാക്കളെയും ലക്ഷ്യം വെക്കും. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഏകോപനം തകർക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും നിരുപാധികം കീഴടങ്ങാൻ നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്യും. ഇവിടെയാണ് കഥ ശരിക്കും മാറുന്നത്. സാധാരണയായിട്ട് അമേരിക്കയുടെ യുദ്ധമോഹങ്ങളെ തടയാറുള്ള ഫ്രാൻസ്, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങൾ ഇത്തവണ ട്രംപിനൊപ്പമാണ്. എന്തുകൊണ്ട്? ഇറാന്റെ മിസൈലുകൾക്ക് ഇപ്പോൾ യൂറോപ്പിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള ശേഷിയുണ്ട്. കൂടാതെ ഉക്രൈൻ യുദ്ധത്തിൽ ഇറാൻ റഷ്യയെ സഹായിക്കുന്നത് യൂറോപ്പിനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞു. തങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു ഭരണകൂടത്തെ ഇല്ലാതാക്കാനായി യൂറോപ്പ് ഇപ്പോൾ അമേരിക്കയ്ക്കും ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ രഹസ്യമായിട്ട് സൈനിക സഹായം വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട്. റഷ്യക്കും ചൈനയ്ക്കും പോലും ഈ ഒരു കാര്യത്തിൽ വലിയ തോതിൽ ഇടപെടാൻ പരിമിതികളുമുണ്ട്. കാരണം ഇറാന്റെ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ചൈനയുടെ വ്യാപാര പാതകളെയെല്ലാം ബാധിക്കുന്നവയാണല്ലോ. ലോകം മുഴുവൻ ഇറാനെതിരെ ഒരു വലിയ വല നെയ്ത് കഴിഞ്ഞു എന്നതാണ് ഇതിന്റെ അർത്ഥം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഈ ചർച്ചകൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈയിടെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി നടത്തിയ നിർണായക ഫോൺ സംഭാഷണം വെറും ഒരു കുശലാന്വേഷണമല്ല. UAEക്ക് നേരെ ഒരു സൈനിക നീക്കം ഉണ്ടായാൽ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷ തകരും. അത് ഇന്ത്യക്ക് അനുവദിക്കാൻ കഴിയില്ല. UAE പ്രസിഡന്റിനോട് മോദി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: നിങ്ങളുടെ സുരക്ഷാ കാര്യങ്ങളിൽ ഭാരതം എന്നും നിങ്ങളോടൊപ്പം തന്നെ നിൽക്കും. ഇതിന്റെ ആഴം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
പശ്ചിമേഷ്യയിൽ ഇന്ത്യക്ക് ഇന്ന് വലിയൊരു ശബ്ദമുണ്ട്. ഇന്ത്യയുടെ ഭൂരിഭാഗം എണ്ണയും വരുന്നത് ഇവിടെ നിന്നാണ്. 3.5 മില്യൺ ഇന്ത്യക്കാരാണ് UAE മാത്രം ജോലി ചെയ്യുന്നത്. അവരുടെ ജീവൻ രക്ഷിക്കാൻ ഇന്ത്യ ഏതറ്റം വരെയും പോകും. ഇന്ത്യ ഇപ്പോൾ വെറും ഒരു എണ്ണ വാങ്ങുന്ന രാജ്യവുമല്ല. ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിരോധ രംഗത്തും ഇന്ത്യ ഇന്ന് പങ്കാളിയാണ്. ആവശ്യം വന്നാൽ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതിലോ സമുദ്ര സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ നാവികസേനയെ അയക്കുന്നതിലോ ഒക്കെ ഇന്ത്യ മടിക്കില്ല എന്ന സന്ദേശമാണ് മോദി നൽകിയിരിക്കുന്നത്. ഒരു യുദ്ധം നടന്നാൽ അത് സ്ക്രീനിൽ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല, അത് നിങ്ങളുടെ വീടിനെയും എന്റെ വീടിനെയും നമ്മുടെ എല്ലാവരുടെയും വീടിനെയും പോക്കറ്റിനെയും എല്ലാം ബാധിക്കും. ഇറാൻ ഹോർമുസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്താൽ ക്രൂഡ് ഓയിൽ വിതരണം നിൽക്കും. ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണല്ലോ. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചു വരും. ഇന്ത്യയിൽ ലിറ്ററിന് 150 മുതൽ 200 രൂപ വരെ പെട്രോൾ വില എത്താൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യും നമ്മൾ? യുദ്ധം വരുമ്പോൾ ലോകം വിശ്വസിക്കുന്നത് സ്വർണത്തെയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ വലിയ വർധനവും ഉണ്ടാകും. സാധാരണക്കാരുടെ സമ്പാദ്യത്തെ ഇത് നല്ലപോലെ ബാധിക്കും. ഗതാഗത ചിലവ് കൂടുന്നതോടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ വില തന്നെ നിയന്ത്രണാതീതമാകും. ഷിപ്പിംഗ് ഇൻഷുറൻസ് ചാർജുകൾ കൂടുന്നത് വിദേശത്ത് നിന്നുള്ള സാധനങ്ങളുടെ വില ഇരട്ടിയാക്കും. ഇറാൻ എന്തായാലും ഒരിക്കലും പരാജയം അങ്ങനെ അങ്ങ് സമ്മതിക്കില്ല. അവരുടെ റവല്യൂഷണറി ഗാർഡ്സ് ലോകത്തിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ സൈനിക വിഭാഗങ്ങളിലൊന്നാണ്. ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ലോകം പിന്നെ എണ്ണ കാണില്ല എന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അവർ അടച്ചു പൂട്ടിയാൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ 20% എണ്ണ വിതരണം നിലയ്ക്കും. കൂടാതെ ഗൾഫ് രാജ്യങ്ങളിലെ ഓരോ എണ്ണ ടാങ്കറും തങ്ങളുടെ മിസൈലുകൾക്ക് ലക്ഷ്യമാകുമെന്ന് അവർ പറയുന്നു. ഒരുപക്ഷെ ഇതൊരു സൂയിസൈഡ് മിഷൻ, ഒരു ആത്മഹത്യാപരമായിട്ടുള്ള നീക്കമൊക്കെ ആയിരിക്കാം എന്ന് പോലും ലോകം സംശയിക്കുന്നുണ്ട്. തങ്ങൾ തകരുമ്പോൾ കൂടെ എല്ലാവരെയും കൊണ്ടുപോകുമെന്ന വാശിയാണ് ഇറാൻ ഭരണകൂടത്തിനുള്ളത്. എന്തായാലും ഈ സംഘർഷങ്ങളുടെ എല്ലാം ആത്യന്തികമായ ഫലം എന്തായിരിക്കും? വെറും ഒരു ഭരണകൂട മാറ്റമാണോ, അതോ ഒരു ജനതയുടെ വിമോചനമാണോ? ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. തോക്കിൻ മുനയിൽ കെട്ടിപ്പൊക്കിയ ഒരു ഏകാധിപത്യത്തിനും ജനതയുടെ ആഗ്രഹങ്ങൾക്ക് മേൽ അധിക കാലം അടയിരിക്കാൻ കഴിയില്ല. ഇറാന്റെ മണ്ണിൽ പുതിയൊരു സൂര്യോദയം ഉണ്ടാകേണ്ട സമയമൊക്കെ എന്നോ അതിക്രമിച്ചിരിക്കുന്നു. അവിടെ അടിച്ചമർത്തപ്പെട്ടവരുടെ വിലാപങ്ങൾ അവസാനിക്കണമെങ്കിൽ ഭയമില്ലാതെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനും ലഭിക്കണമെങ്കിൽ ജനാധിപത്യം അവിടെ വേര് പിടിക്കണം. ജനാധിപത്യം എന്നത് വെറും ഒരു ഭരണരീതിയല്ല, മറിച്ച് അത് മനുഷ്യത്വത്തിന്റെ അടയാളമാണ്. ഉത്തരവാദിത്തമുള്ള ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യതയുള്ള ഒരു ഭരണകൂടം വരുമ്പോൾ മാത്രമേ ഇത്തരം അനാവശ്യ പ്രകോപനങ്ങളും യുദ്ധ ആഹ്വാനങ്ങളും അവസാനിക്കൂ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. അടുത്ത 28 ദിവസങ്ങൾ ലോക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളായിരിക്കും. ട്രംപ് പറഞ്ഞതുപോലെ ഒരു ശസ്ത്രക്രിയ ഇറാനിൽ നടക്കുമോ, അതോ ലോകശക്തികൾ ഇടപെട്ട് ഈ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുമോ? എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, മധ്യപൂർവേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടു കൂടുകയാണ്. ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും വാർത്തകൾ മാറി മറയുന്നു. ഇറാൻ ഒരു ഒത്തുതീർപ്പിന് തയ്യാറാകുമോ, അതോ സർവശക്തിയും എടുത്ത് പോരാടുമോ? ഗൾഫ് രാജ്യങ്ങളുടെ സൈനിക ഐക്യം ഈ ഭീഷണിയെ മറികടക്കുമോ? വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അമേരിക്കയുടെ ഈ ഇടപെടൽ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഭാരതത്തിന്റെ സുരക്ഷയെ ഇതെങ്ങനെ ബാധിക്കും? തീർച്ചയായും നിങ്ങളുടെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.